പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 8, 9 അധ്യായങ്ങൾ ധ്യാന പഠന വിഷയമാക്കുകയാണ്. ഇസ്രായേൽ ജനം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഈ സ്തെഫാനോസിന്റെ വധത്തെ സാവൂൾ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. മാത്രമല്ല, അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും ജെറുസലേമിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കായിട്ട് ചിതറിപ്പോയി. അവർ യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്തെഫാനോസിന്റെ ശരീരം സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വിലപിക്കുകയും വലിയ വിലാപം ആചരിക്കുകയും ചെയ്തു. പക്ഷെ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീട് തോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. പക്ഷേ പീഡനം വർദ്ധിച്ചെങ്കിലും ജെറുസലേമിൽ നിന്ന് ചിതറിക്കപ്പെട്ടവർ, പീഡനം ഭയന്ന് അവിടെ നിന്ന് ചിതറിപ്പോയവർ പോയ സ്ഥലങ്ങളിലെല്ലാം വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ചിതറിക്കപ്പെട്ടവർ കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഫിലിപ്പോസിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ വചനം വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഫിലിപ്പോസ് പറഞ്ഞ കാര്യങ്ങൾ ജനക്കൂട്ടം ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഫിലിപ്പോസിലൂടെ വചനത്തെ സ്ഥിരീകരിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. 8-ാം വാക്യത്തിൽ പറയുകയാണ്, ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഈ സന്തോഷം എന്ന് പറയുന്ന രക്ഷയുടെ ആനന്ദമാണ്. യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ ആനന്ദം, അവിടുത്തെ സുവിശേഷത്തെ പ്രതിയുള്ള ആനന്ദം. 9 മുതലുള്ള വാക്യങ്ങൾ, മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിമയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു. അവൻ വലിപ്പം ഭാവിച്ച് സമരിയ ദേശത്തെ വിസ്മയിപ്പിച്ചു. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവർ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. മാന്ത്രികനായ ശിമയോൻ ദൈവശക്തി തന്നെയാണ്. അവനിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തി തന്നെയാണ് എന്നാണ് ജനം വിളിച്ചു പറഞ്ഞത്. അയാൾ ദീർഘകാലം മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നു. എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. യേശുനാമം. ശിമയോൻ പോലും വിശ്വസിച്ചു. അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിന്റെ കൂടെ ചേർന്നു. മാന്ത്രിക വിദ്യക്കാരനായ ശിമയോൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിന്റെ കൂടെ ചേർന്നു. സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവൃത്തികളും കണ്ട് അവൻ ആശ്ചര്യഭരിതനായി. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ സുവിശേഷത്തെ പ്രതി സംഭവിച്ചുകൊണ്ടിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വിസ്മയനീയമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് ശിമയോൻ പോലും അത്ഭുതപ്പെട്ടു. അവൻ യേശുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, യേശു നാമവും അവിടുത്തെ വ്യക്തിത്വവും യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ ദിവ്യ സന്ദേശവും ആണ് മനുഷ്യരെ ഇത്രത്തോളം സ്വാധീനിക്കുന്നത്. 14 മുതലുള്ള വാക്യം, സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ
വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചതേ ഉള്ളൂ. പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല. പിന്നീട് അവരുടെ മേൽ അപ്പസ്തോലന്മാർ കൈകൾ വെച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. 17-ാം വാക്യം, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരുക. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം ചിന്തയ്ക്ക് വിഷയമാക്കണം. ഒന്ന്, യേശുനാമത്തിൽ സ്നാനം സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. അപ്പസ്തോലന്മാർ കൈകൾ വെച്ചപ്പോഴാണ്, അവരുടെ മേൽ കൈവെപ്പ് നൽകിയപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തില് ഇതുപോലൊരു വിവരണം നമ്മൾ കാണുന്നു. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോളോസ് കൊരിന്ത്യോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകി. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് അപ്പസ്തോലന്മാരുടെ കൈവെപ്പിലൂടെയാണ് എന്ന് 8-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിലും 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും വ്യക്തമാക്കും. നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. 8-ാം അധ്യായം 18 മുതലുള്ള വാക്യം. അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് കണ്ടപ്പോൾ ശിമയോൻ, മന്ത്രവാദിയായ ആ ശിമയോൻ, അപ്പസ്തോലന്മാർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരുക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളി തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. ദൈവത്തിന്റെ ദാനം എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു വാങ്ങാൻ വ്യാമോഹിച്ച ശിമയോന്റെ പ്രവൃത്തിയെയാണ് പത്രോസ് ഇവിടെ ശക്തമായി വിമർശിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ഒക്കെ കണ്ടപ്പോൾ ശിമയോൻ വിചാരിച്ചു, കുറച്ച് കാശ് കൊടുത്താൽ ഈ പരിശുദ്ധാത്മാവിനെ എനിക്കും കിട്ടും. അപ്പൊ ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പത്രോസ് വളരെ നിശിതമായി അതിനെ വിമർശിക്കുകയാണ്. ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിന്റെ ഈ ദുഷ്ടതയെ കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ട വിചാരത്തിന് മാപ്പ് ലഭിക്കും. നിന്റെ ഹൃദയം ശുദ്ധമല്ല, പക്ഷെ നീ അനുതപിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ നിന്റെ ദുഷ്ട വിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഈ അനീതിയുടെ ബന്ധനം? 8-ാം അധ്യായം 9-ാം വാക്യം മുതല് നമ്മള് ഈ ശിമയോന്റെ മാന്ത്രിക വിദ്യയെ കുറിച്ച് കണ്ടു. പക്ഷെ എന്നിട്ടും ശിമയോനോട് പത്രോസ് പറയാണ്, നിന്റെ ഈ ദുഷ്ട വിചാരത്തിന് കർത്താവ് മാപ്പ് നൽകിയേക്കാം. നീ അനുതപിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ശിമയോൻ ഇത് കേട്ട് അനുതപിച്ചു. ശിമയോന്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 24-ാം വാക്യം. ശിമയോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവർ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി. അങ്ങനെ അവർ സമരിയായുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു. സമരിയായിൽ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും സമരിയായിലേക്ക് അയച്ചു. അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു. പെന്തക്കോസ്തിക്ക് ശേഷം സുവിശേഷം സമരിയായിലെങ്ങും വ്യാപിക്കുകയാണ്. 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ്
തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അതൊരു വിജന പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിക്കുക, അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവന്റെ അടുത്ത് ഓടിയെത്തി. അവൻ യെശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? രഥത്തിൽ കയറി തന്നോടുകൂടെ ഇരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തന്റെ വായ് തുറന്നില്ല. അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവന്റെ പിൻതലമുറയെ പറ്റി ആര് വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഈ വചനഭാഗത്ത് നൽകുന്നത്. ഷണ്ടന് ഫിലിപ്പോസ് അത് വിശദീകരിച്ചു കൊടുത്തു. 34-ാം വാക്യത്തിൽ ഷണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്? തന്നെ കുറിച്ച് തന്നെയോ അതെയോ മറ്റൊരാളെ കുറിച്ചോ? അപ്പോൾ ഫിലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി. ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിങ്കലെത്തി. അപ്പോൾ ഷണ്ടൻ പറഞ്ഞു, ഇതാ വെള്ളം, എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു. അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അപ്പസ്തോല പ്രവർത്തനമെന്നല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമെന്നാണ് ഈ പുസ്തകത്തിന് പേര് കൊടുക്കേണ്ടതെന്ന്. കാരണം പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് ഈ പുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നു. വ്യക്തി ജീവിതങ്ങളിൽ ഇടപെട്ട് ദൈവം തന്റെ പ്രവർത്തികൾ നിറവേറ്റുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ വിസ്മയനീയമായ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനങ്ങൾക്കും പ്രേരണകൾക്കും നമ്മൾ സദാ ചെവി കൊടുക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനങ്ങളെയും പ്രേരണകളെയും ഒരിക്കലും നിരസിക്കരുത്. നമ്മൾ ഇവിടെ ഈ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ കണ്ടത് യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് നിരക്കുന്നതൊന്നുമല്ല. ആത്മാവ് പ്രേരിപ്പിച്ചതനുസരിച്ച് ഫിലിപ്പോസ് പോവുകയാണ്. രഥത്തിൽ അവനോടൊപ്പം കയറിയിരിക്കാൻ പറഞ്ഞപ്പോ ഫിലിപ്പോസ് കയറിയിരുന്നു. നമ്മുടെ ബുദ്ധിയും യുക്തിയും കൊണ്ട് ചിന്തിച്ചാൽ പലപ്പോഴും ദൈവാത്മാവിന്റെ പ്രേരണകൾ നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശ്വാസപൂർവം ബുദ്ധിയും യുക്തിയും എല്ലാം ഉപയോഗിച്ചോ ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയുമെല്ലാം വിശ്വാസത്തിന് വിധേയപ്പെടണം. വിശ്വാസത്തിന്റെ ബലത്തോടെ യുക്തി വിചാരം നടത്തിയാൽ പ്രശ്നമൊന്നുമില്ല. വിശ്വാസത്തിന്റെ ബലത്താൽ വിശ്വാസപൂർവം നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ നിരസിക്കാൻ ഇടവരത്തില്ല. അല്ല, യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ, നമ്മുടെ മാനുഷിക ബുദ്ധിയും യുക്തിയും കൊണ്ട് മാത്രം ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ ദൈവാത്മാവിന്റെ പ്രേരണകൾ നിരസിച്ചു പോകും, അറിയാതെ തന്നെ. അതുകൊണ്ട് വിശ്വാസപൂർവം ആത്മാവിന്റെ പ്രേരണകൾക്കൊത്ത് പ്രവർത്തിക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് നമ്മളെ അങ്ങ് വിട്ടുകൊടുത്തേക്കുക. ദൈവാത്മാവ് ദൈവത്തിന്റെ തിരുഹിതം അനുസരിച്ച് നമ്മളെ നടത്തട്ടെ. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പോകാം. സാവൂളിന്റെ മാനസാന്തരമാണ് 9-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. നമ്മൾ കണ്ടു, സ്തെഫാനോസിനെ വധിച്ചത് സാവൂൾ അത് ശരിവച്ചു. മാത്രമല്ല, ജെറുസലേമിൽ വളരെയേറെ പീഡനം നടന്നു. ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി സ്ത്രീകളെയും കുട്ടികളെയും പോലും വലിച്ചിഴച്ച് അവൻ ബന്ധനത്തിലാണ്. ആ സാവൂളിനെ കുറിച്ചാണ് ഈ 9-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത്. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും
അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്ക് അധികാര പത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങാരാണ്? ഇവിടെ സൗൾ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ പ്രഭോ എന്ന് വിളിക്കുന്നത് പോലെ ഉള്ളൂ. അവൻ ഒരു അശരീരി കേട്ടു, ഒരു അദൃശ്യ സ്വരം. അവൻ കുതിരപ്പുറത്ത് നിന്ന് നിലം പതിച്ചു. ആ അനുഭവത്തിൽ സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു സ്വരം കേട്ടു. ആ സ്വരത്തോടാണ് അവൻ ചോദിക്കുന്നത്, അങ്ങാരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ അത്ഭുതസ്തബ്ധരായി നിന്നുപോയി. സൗൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. പ്രിയമുള്ളവരെ, ഈ സൗള് എന്തൊരു അധികാരത്തോടുകൂടെ ക്രിസ്തു ശിഷ്യരെ പീഡിപ്പിച്ചു. ക്രിസ്ത്യാനികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ദൃഢനിശ്ചയത്തോടെ അവൻ ഇറങ്ങിത്തിരിച്ചതാണ്. അധികാരപത്രവും വാങ്ങി. പക്ഷേ സൗൾ പ്രതീക്ഷിക്കാത്തത് സൗളിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. 10-ാം വാക്യം മുതൽ, അനന്യാസ് എന്ന് പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനന്യാസ്, അവൻ വിളി കേട്ടു. കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അനന്യാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായിരിക്കുന്നു. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരെ അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അതെ, കർത്താവിന്റെ പീഡകനായ സൗളിനെ, ക്രിസ്തുവിന്റെ ശത്രുവായ സൗളിനെ കർത്താവ് തന്റെ മിത്രമാക്കി സകല ഇടങ്ങളിലും തനിക്ക് സാക്ഷിയാക്കി മാറ്റുമെന്നാണ് കർത്താവ് അനന്യാസിനോട് പറഞ്ഞത്. അനന്തരം അനന്യാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സൗൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് കാഴ്ച വീണ്ടും നൽകുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറെ ദിവസം താമസിക്കുകയും ചെയ്തു. സൗൾ ദമാസ്കസിൽ കുറെ ദിവസം താമസിച്ചു എന്ന് ഇവിടെ പറയുന്നു. 20-ാം വാക്യം മുതൽ, അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവരെല്ലാം വിസ്മയിച്ചു. സൗൾ ജെറുസലേമിൽ പോയതിനെ കുറിച്ച് 26 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിലും എല്ലായിടത്തും അവൻ പ്രഘോഷിക്കാൻ തുടങ്ങി. 23-ാം വാക്യത്തിൽ പറയുന്നു, കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. അത് സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. അങ്ങനെ രക്ഷപ്പെടുത്തി യഹൂദരുടെ കൈകളിൽ നിന്ന്. യേശു ദൈവപുത്രനാണെന്ന് പ്രസംഗിച്ചത് കൊണ്ടാണ്
ഈ സാവൂളിനെ വധിക്കാൻ ശ്രമിക്കുന്നത്. കാരണം യഹൂദർക്ക് യേശുവിന്റെ മിശിഹാത്വം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ ദൈവപുത്രനാണെന്നും മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ട മിശിഹായാണെന്നും അവൻ ഇസ്രായേലിന്റെ രാജാവാണെന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സാവൂൾ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവനെ വധിക്കാൻ തീരുമാനിച്ചു. 26 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ജെറുസലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവനെ ഒരു ശിഷ്യനാണെന്ന് അവർ അംഗീകരിച്ചില്ല. യേശുവിന്റെ ശിഷ്യനായി സാവൂളിനെ അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. ബർന്നബാസ് അവനെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർന്നബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കെസേറിയയിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. ഇവിടെ പറയുന്നതിൽ നിന്ന് ഒരു വ്യത്യാസം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നു. പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് പൗലോസ് തന്നെ പറയുന്നതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തില്. അവിടെ പറയുന്നത്, പൗലോസ് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം അറേബ്യയിലേക്ക് പോയി. അവിടെ 3 വർഷം അറേബ്യയിൽ ആയിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസിന്റെ സുവിശേഷ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 11 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യരിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമല്ല. യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുമ്പ് യഹൂദ മതത്തിലായിരുന്നപ്പോഴത്തെ എന്റെ ജീവിതത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരെക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു. തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാൻ ഒരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല. എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 3 വർഷത്തിന് ശേഷമാണ് കേപ്പായെ കാണാൻ ജെറുസലേമിലേക്ക് പോയതെന്നാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ 3 വർഷത്തോളം അറേബ്യയിലായിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയത് പൗലോസ് ശ്ലീഹ തന്നെയാണ്. ലൂക്കായുടെ വിവരണമാണല്ലോ അപ്പോസ്തല പ്രവർത്തനം. അപ്പൊ അതിനകത്ത് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ചില വ്യത്യാസം കാണുന്നു. പൗലോസ് പറഞ്ഞതാണ് ശരിയാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 9-ാം അധ്യായത്തിൽ സൗള് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ദമാസ്കസിലെല്ലാം ചുറ്റി സഞ്ചരിച്ചെന്ന് പറഞ്ഞേക്കുന്നത് അറേബ്യയിൽ പോയി വന്നതിന് ശേഷമായിരുന്നിരിക്കും. അത് കഴിഞ്ഞപ്പോഴായിരിക്കാം ബർന്നബാസ് പത്രോസിന്റെ അടുക്കലേക്ക് പൗലോസിനെ കൂട്ടിക്കൊണ്ടുപോയത്. 9-ാം അധ്യായം 32 മുതലുള്ള വാക്യം. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദിയായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. അവിടെ ഐനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് ലിദിയായിലെയും സറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ദൈവം പ്രവർത്തിച്ച ഈ അത്ഭുത പ്രവൃത്തി കണ്ട് യോപ്പായിൽ
തബീത്ത എന്ന പേരായ ഒരു ശിക്ഷയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സുഹൃതങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. പത്രോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ 2 പേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകൾ എല്ലാവരും വിലപിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്നു. അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, തബീത്ത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. അവൻ തുകൽപ്പണിക്കാരനായ ശിമയോന്റെ കൂടെ യോപ്പായിൽ കുറെ നാൾ താമസിച്ചു. സാവൂളിന്റെ മാനസാന്തരവും സാവൂളിന്റെ ദമാസ്കസ് അനുഭവവും അത് കഴിഞ്ഞ് സാവൂളിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ, പത്രോസിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ പത്രോസിന്റെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ കാണുന്നത്, പൗലോസിന്റെ മാനസാന്തരവും. എന്നാൽ 13-ാം അധ്യായം മുതൽ നമ്മള് പൗലോസിന്റെ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തെ 2 ഭാഗങ്ങളായി തിരിക്കാം. 1-ാം ഭാഗം പത്രോസിന്റെ പ്രവർത്തനങ്ങള് ജെറുസലേം കേന്ദ്രീകരിച്ച്, എന്നാൽ പൗലോസിലൂടെ സുവിശേഷം വിജാതീയരുടെ ഇടയിലും വ്യാപിക്കുന്നതാണ് കാണുന്നത്. 9-ാം അധ്യായം സാവൂളിന്റെ മാനസാന്തരം എടുത്തു പറയുന്നു. എങ്കിലും സാവൂളിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് എടുത്തു പറയുന്നത്. തുടർന്ന് 10, 11 അധ്യായങ്ങളിലും ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം ചെയ്യുന്ന വിസ്മയനീയ പ്രവൃത്തികളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സുവിശേഷങ്ങളിലേക്ക് പോയാലും യേശുവിന്റെ പരസ്യ ജീവിത കാലത്ത് യേശുവിലൂടെ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികൾ ദൈവത്തിന്റെ കരുത്തുറ്റ കരത്താൽ, പരിശുദ്ധാത്മാവിനാൽ കർത്താവ് പിശാചുക്കളെ ബഹിഷ്കരിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. അപ്പസ്തോല പ്രവർത്തനത്തിൽ വരുമ്പോൾ അപ്പസ്തോലന്മാരിലൂടെ ഇത് ദൈവം തുടരുന്നു. ആത്മാവിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. വചനം വ്യാപിക്കുന്നത് ആത്മാവിന്റെ ശക്തിയാലാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇതുവരെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ, ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്കും അനുഭവിക്കാൻ, നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഇടപെടൽ തിരിച്ചറിയാൻ. യേശു ഇന്നും ജീവിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിലൂടെ അവന്റെ വിസ്മയനീയ പ്രവൃത്തികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലൂടെയും കർത്താവിന്റെ വചനം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്താൻ തക്ക വിധം, നമുക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ വചനം ധ്യാനിച്ച് ധ്യാന ചൈതന്യത്തോടെ ലോകത്തെ വിശുദ്ധീകരിക്കാനും കർത്താവിന്റെ സുവിശേഷം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേ.